തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പോലീസ് പൊളിച്ചു പരിശോധിക്കും. നിലവിലെ അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം കല്ലറ പൊളിക്കുന്നതിൽ ഹിന്ദു ഐക്യവേദിയുമായി ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു കുടുംബത്തിന്റെ നിലപാട്. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ഗോപൻ സ്വാമിയുടെ ആഗ്രഹപ്രകാരമാണ് സമാധി ഒരുക്കിയതെന്നും 41 ദിവസത്തെ പൂജ മുടങ്ങാൻ പാടില്ലെന്നുമാണ് കുടുംബം കോടതിയിൽ ഉയർത്തിയ പ്രധാന വാദം. കല്ലറ പൊളിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഏകപക്ഷീയമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിലെ പോലീസ് അന്വേഷണം തുടരുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കല്ലറ പൊളിക്കുന്നതിൽ എന്തിനാണ് പേടിക്കുന്നതെന്ന് ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിൽ എത്തേണ്ടിവരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ കുടുംബത്തിന്റെ വാദം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു. അതേസമയം കോടതി നിരീക്ഷണത്തോടുള്ള കുടുംബത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക് ചെയ്തോടെ ആൾ അതിനകത്ത് ഉണ്ടാകുന്നു. കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് അവരന്വേഷിക്കട്ടെ. ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ എത്രയും വേഗം കല്ലറ പൊളിച്ചു പരിശോധിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ച് സുരക്ഷ ഉറപ്പാക്കി നാളെയോടെ തന്നെ കല്ലറ പൊളിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. കല്ലറ പൊളിച്ചു പരിശോധിക്കുന്നതിലൂടെ കേസിലെ ദുരൂഹതകൾ നീക്കാമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. ഹർജി പരിഗണിക്കുന്നത് അടുത്തയാഴ്ചത്തേക്ക് മാറ്റി. ആത്മീയതയുടെ മറവ് പിടിച്ചാണ് കുടുംബം ഹർജിയുമായി കോടതിയിലെത്തിയത്. അതേ ഹർജി തന്നെയാണ് കുടുംബത്തിന് തിരിച്ചടിയായതും. ദുരൂഹത നീക്കാൻ ഇനിയിത് എപ്പോൾ പൊളിച്ചു പരിശോധിക്കുമെന്ന കാത്തിരിപ്പിലാണ് കേരളം. ക്യാമറമാൻ റോഹിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.